ഹായ്, കുയിറ്റ് ഫെൻസിംഗ് ആണ്. നമ്മളിന്നുള്ളത് പത്തനംതിട്ട ജില്ലയിൽ മല്ലാപ്പള്ളി പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. നമുക്ക് ഇന്നത്തെ ഇവിടെ വർക്ക് വന്നിട്ടുള്ളത് ചെയിൻ ലിങ്കിൻ്റെ ഫെൻസിങ് തന്നെയാണ്, പക്ഷേ ഒരു വ്യത്യസ്തമായിട്ട് പൈപ്പ് ഇട്ടിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത്. സാധാരണ ഇവിടെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള വർക്കാണ്, കോൺക്രീറ്റ് പോസ്റ്റ്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 2 ഇഞ്ചിൻ്റെ ജിഐയുടെ പൈപ്പാണ്. അതുപോലെ തന്നെ പ്ലെയിൻ വയറിന് പകരം 1 ഇഞ്ച് കനത്തിലുള്ള ജിഐയുടെ പൈപ്പ് തന്നെയാണ് മുകളിൽ താഴെ അടിച്ചിട്ടുള്ളത്. ഒരു ഫ്രൈബ് മാതിരിയാണ് കസ്റ്റമറുടെ ആവശ്യം. അതുപോലെ നമ്മളിത് വെൽഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. പില്ലറുകൾ പോസ്റ്റുകൾ ഉറപ്പിക്കുന്ന പോലെ, കോൺക്രീറ്റ് പോസ്റ്റുകൾ ഉറപ്പിക്കുന്ന പോലെ പില്ലറുകൾ മണ്ണിൽ ഉറപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഉറപ്പിക്കുന്നത് കോൺക്രീറ്റിലാണ്. കാരണം ഇത് പെട്ടെന്ന് തുരുമ്പ് കയറും, ഇരുമ്പ് പൈപ്പ് ആയതുകൊണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മളിത് കോൺക്രീറ്റിലാണ് ഉറപ്പിച്ചിട്ടുള്ളത്. നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് 5 അടി ഹൈറ്റാണ് നമ്മുടെ ഫെൻസിങ്ങിൻ്റെ ഹൈറ്റ് വന്നിട്ടുള്ളത്. 10 ഗേജിൻ്റെ 2 2 കന്യാകലം വരുന്നിട്ടുള്ള മെഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളത് പോലെ ടാറ്റ ബ്രാൻഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നമ്മൾ ഇതിലൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. സ്ഥിരം ചെയ്യാറുള്ള പോലെ ഒരു ഗേറ്റ് ഈ വർക്കിൽ വന്നിട്ടുണ്ട്. 3 അടിയാണ് ഗേറ്റിൻ്റെ വീതിയും, 4 അടിയാണ് ഹൈറ്റും വരുന്നത്. ഏകദേശം സെയിം ഹൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 9 അടി അകലത്തിലാണ് നമ്മൾ പില്ലറുകൾ ഇട്ടിരിക്കുന്നത്. പില്ലറിൻ്റെ ഉള്ളിൽ നമ്മൾ കറക്റ്റായിട്ട് 1 ഇഞ്ചിൻ്റെ പൈപ്പിനെ കട്ട് ചെയ്തിട്ടാണ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സാധാരണ ചെയ്യുന്നത് പോലെ ചെയിൻ ലിങ്ക് കിട്ടുമ്പോൾ നമ്മൾ 4 ലെയർ പ്ലെയിൻ വയർ വലിക്കാറുണ്ട്. പക്ഷേ ഇതിലതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ ഫ്രെയിമിൻ്റെ ഉള്ളിലും നമ്മൾ ഏകദേശം 40ഓളം സ്പോട്ടിങ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രെയിമിൻ്റെ മുകളിൽ, അതായത് പൈപ്പിൻ്റെ മുകളിലൊക്കെ അപ്രോച്ച് പെയിൻ്റ് അടിക്കുന്നതാണ്. പെയിൻ്റ് അടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പഞ്ചിങ്ങും കാര്യങ്ങളും ISI മുതലൊക്കെ കാണാൻ പറ്റുന്നതാണ്. നെറ്റിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കില്ല, സാധാരണ ചെയ്യുന്ന പോലെ പെയിൻ്റ് അടിക്കാണ്ട് തന്നെയാണ് ചെയ്യുക. എന്നിട്ട് സ്പോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ബ്രഷ് കൊണ്ട് ടച്ച് ചെയ്യുന്നുണ്ട് പെയിൻറ്റിങ് വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സൈറ്റിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട്, അതായത് ഫെൻസിങ്ങിനെ പറ്റിയിട്ട് കൂടുതൽ എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ താഴെ നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ ഇടുന്നുണ്ട്. നമ്മുടെ ബയോയിൽ അതിൻ്റെ ലിങ്കും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കൂടുതൽ എൻക്വയറീസ് ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും വിളിച്ചോളും. അതുപോലെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തോളും. അപ്പോൾ ഓക്കെ, താങ്ക് യു.